ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനൂപിന്റെ സംസാരം കേട്ട് അനൂപിനോട് വളരെ ദേഷ്യത്തോട് സംസാരിക്കുകയാണ് മാഷ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആതിര മുറിക്ക് പുറത്തേക്ക് വരുന്നു. ഈ നിൽക്കുന്ന നിന്റെ പെങ്ങളുടെ മുഖം നീ കണ്ടിട്ട് എത്ര നാളായി? തല്ലിയും പേടിപ്പിച്ചുമല്ല ഏട്ടന്റെ ബഹുമാനം പിടിച്ചു വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങിയാൽ അത് നിലനിൽക്കത്തുമില്ല. ഇതെല്ലാം കേട്ട് ആതിര അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണമെന്ന് ആതിര ചോദിച്ചപ്പോൾ മാഷി പറയുന്നുണ്ട്, നാളെ നെല്ലിശ്ശേരിയിലേക്ക് അവരും വരുന്നില്ല, നിന്നെയും വിടില്ല എന്ന്. ഇവിടെ എന്റെ വാക്കിനാണോ ഇവന്റെ വാക്കിനാണോ വിലയെന്ന് എനിക്ക് അറിയണം. ആതിര പറയുന്നുണ്ട്, ഇതാണോ കാര്യം? ഇതിനാണോ ഇവിടെ ഇത്ര ബഹളം? ഇനി ഞാനൊരു കാര്യം പറഞ്ഞ ഇവിടെ എല്ലാവരും കേൾക്കുവോ? എന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് സേതു അങ്കിള് സമ്മതിച്ചു എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് ആതിര. എന്താ ആർക്കും വിശ്വാസം വരുന്നില്ലേ? സത്യം ഞാൻ പറഞ്ഞത്. ഇന്നലെ രാത്രി അമ്മയുടെ ഫോണിലേക്ക് അച്ചു ചേച്ചി വിളിച്ചത് ഇതെന്നോട് പറയാനായിട്ടാ. അർച്ചന വീണ്ടും സന്തോഷത്തോടെ പറയുന്നുണ്ട്, സേതു അങ്കിളും ബാക്കിയുള്ളവരും ഒരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാവരും പറയാത്തത്. അതുകൊണ്ടാ ഞാൻ നിങ്ങളോടൊന്നും പറയാത്തതും. അത് കേട്ടപ്പോൾ മാഷിനും കമലയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെയും സന്ദീപിന്റെയും കാര്യം പറഞ്ഞ് ഇനി ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട എന്ന് കരുതിയാ ഞാൻ ഇപ്പോ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്ന് ആതിര പറയുന്നുണ്ട്. ഇത് കേട്ട് മാഷ് സന്ദീപിനോട് പറയുന്നു, ഇപ്പോ എന്തായടാ നീ ധരിച്ചതും പറഞ്ഞതും ഒന്നുമല്ല ഈ വീട്ടിൽ നടക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? എടാ മോനെ, നമ്മൾ വിചാരിക്കുന്നതും ഈശ്വര തീരുമാനവും ഒന്നാവണമെന്നില്ല. എന്റെ രണ്ട് മക്കളും ഒരേ വീട്ടിൽ തന്നെ ചെന്ന് കയറണം എന്നാണ് ഈശ്വര വിധി. ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ നിൽക്കുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് മീരയും ആവണിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അർച്ചനയുടെ കയ്യിൽ കുറെ കവറുകളൊക്കെ ഉണ്ട്. വാമോളെ, ഇപ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് കമല മീരയോട് പറയുന്നുണ്ട്. നാളത്തെ പാർട്ടിക്ക് വേണ്ടി അവന്തിക എടുത്തു തന്നതാ ഇതൊക്കെ എന്ന് മീര പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കുമുള്ള എല്ലാവർക്കുമുള്ള ഡ്രസ്സുകളൊക്കെ മീര കൊടുക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാരിയാണെന്നും ഈ സാരി തന്നെ ഉടുത്ത് അവിടേക്ക് വരണമെന്നും പ്രത്യേകം അവന്തിക എന്നോട് പറഞ്ഞിരുന്നു എന്ന് മീര ആതിരയോട് പറയുന്നുണ്ട്. പിന്നീട് മീര അനൂപിനെ നോക്കുന്നു. അനൂപാണെങ്കിൽ ഒന്നും മിണ്ടുന്നതുമില്ല. അനൂപേട്ട എന്ന് പറഞ്ഞ് മീര സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അനൂപ് അപ്പുറത്തേക്ക് മാറുന്നുണ്ട്. അവന്തിക നല്ല സന്തോഷത്തിൽ എടുത്തു തന്നതാണ് അനൂപേട്ടന്, ഇത് വാങ്ങണം എന്ന് മീര പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ് അനൂപ്. സാരമില്ല മോളെ, അവന്റെ മനസ്സിൽ ഒന്നുമില്ല. നീ കുറച്ചു ദിവസം മാറി നിന്നില്ലേ, അതിന്റെ ഒരു വിഷമമാണെന്നൊക്കെ കമല പറയുന്നുണ്ട്. ഏട്ടത്തി അറിഞ്ഞോ ഹാപ്പി ന്യൂസ്? എല്ലാം വിശദമായി പറഞ്ഞു തരാം ബാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് മീരയും കൂട്ടി പോവുകയാണ് ആതിര. എനിക്കും കൂടി കേൾക്കണമെന്ന് പറഞ്ഞ ആവണിയും പിറകെ പോകുന്നു. ആ സമയം മാഷ് കമലയോട് പറയുന്നുണ്ട്, ആതിര സന്ദീപിനെ സ്നേഹിച്ചത് അബദ്ധമായി എന്ന് പറഞ്ഞ് ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. ആ അബദ്ധം നമ്മുടെ ഭാഗ്യമായി മാറി അല്ലേ കമലെ? അനൂപ് ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. കമല പറയുന്നുണ്ട്, അവന് നല്ല സങ്കടം ഉണ്ടെന്ന്. മാഷ് ചോദിക്കുന്നു എന്തിനെന്ന്. മാഷ് അവനെ തല്ലണ്ടായിരുന്നു എന്ന് കമല പറയുന്നുണ്ട്. തല്ല് എന്ന സാധനം ആവശ്യമുള്ളപ്പോ കൊടുക്കേണ്ടതാണ്, അല്ലാതെ നമ്മൾ ചെയ്യാതിരുന്നതാ കുഴപ്പമായി പോയത്. ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം അടി, അത് കഴിഞ്ഞിട്ടേ സംസാരമുള്ളൂ. അത് മക്കൾക്ക് മാത്രമല്ല ഭാര്യയ്ക്കും അങ്ങനെ തന്നെ, കേട്ടല്ലോ എന്ന് മാഷ് പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട്, ഓ പിന്നെ തല്ലാനിങ്ങു വാ. ഞാൻ അവനെ തല്ലിയ കാര്യം തൽക്കാലം ആരോടും പറയണ്ട, അത് അവന് ക്ഷീണമാകും, കേട്ടല്ലോ എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അവന്തിക ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണക്കാര്യമാണ് പറയുന്നത്. അർച്ചന മുറിയിലേക്ക് വന്നു. സന്ദീപിന്റെയും അനഘയുടെയും കാര്യമാണ് അവന്തിക വളരെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ അർച്ചന കേൾക്കുന്നു. അർച്ചനയുടെ കാര്യം അന്വേഷിക്കുകയാണ് അവന്തിക. ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം പറയാൻ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അത് മനസ്സിലായി. കയ്യിൽ ഒരു കപ്പ് ചായ പോലും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തോ പറയാനാണെന്ന് മനസ്സിലായി. എന്താ കാര്യം? അത് പിന്നെ ഏട്ടത്തിക്ക് അറിയാലോ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ വളരെ സാധാരണ ഒരു കുടുംബമാണ്, പറയാൻ മാത്രം സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട്, ആ വീട്ടിലെ ദാരിദ്ര്യം പറയാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തായാലും അത് തുറന്നു പറയേ, എന്തിനാ ഈ മുഖവരെയൊക്കെ? അർച്ചന പറയുന്നു, ഞാൻ വന്നത് സന്ദീപിന്റെയും ആതിരയുടെയും കാര്യം പറയാനാണ്. പെട്ടെന്ന് ബെഡിൽ നിന്നും എണീക്കുകയാണ് അവന്തിക. എന്നിട്ട് ചോദിക്കുന്നു, സന്ദീപിന്റെയും ആതിരയുടെയും കാര്യമോ? ഇവിടെ ഇപ്പോ എല്ലാവരും സംസാരിക്കുന്നത് സന്ദീപിന്റെയും അനഘയുടെയും കാര്യമാണല്ലോ. അർച്ചന പറയുന്നു, അത് ഏട്ടത്തി സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ആ സമയം അനഘ അർച്ചനയുടെ മുന്നിൽ നിന്നും മുഖം തിരിച്ച് അല്പം മാറി നിൽക്കുന്നുണ്ട്. അന്ന് ആതിര ഇവിടെ വന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും അവന്തിക ആലോചിക്കുന്നു. അർച്ചന പറയുന്നു, അതെല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ ഇരുന്നപ്പോഴാണ് അച്ഛനും ഏട്ടത്തിയും ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എങ്ങനെയെങ്കിലും അനിയത്തിയോട് സംസാരിച്ച് ഇതിൽ നിന്നും ഒന്ന് പിന്തിരിപ്പിക്കണം, അത് പറയാനാ ഞാൻ വന്നത്. അവന്തിക പറയുന്നു, അത് ശരി, ഞാൻ എന്റെ അനിയത്തിയെ പറഞ്ഞ് ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. എന്നിട്ട് നിനക്കും നിന്റെ അനിയത്തിയുമായിട്ട് ഈ ബന്ധം ഉറപ്പിക്കുകയും വേണം.
അതൊക്കെ വലിയ പാടല്ലേ? ആതിര നീ പറഞ്ഞ് മനസ്സിലാക്ക്, അതല്ലേ കുറച്ചുകൂടി എളുപ്പം. ആതിര പറയുന്നു, അതാ ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത്. ഞങ്ങളൊരു സാധാരണക്കാരായോണ്ട് ഒരു വലിയ ബന്ധമുണ്ടാവുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അവളും വലിയ സന്തോഷത്തിലാണ്. അവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് അത് തന്നെയല്ലേ നടക്കേണ്ടത്. അല്ല എന്ന് അവന്തിക പറയുന്നു. ടെൻഷനോടെ അർച്ചനയും നിൽക്കുന്നുണ്ട്. അവന്തിക പറയുന്നു, നടക്കേണ്ടത് നടക്കേണ്ട സമയമാകുമ്പോ ഞാൻ നടത്തും. ഞാൻ അങ്ങനെ എന്റെ അനിയത്തിയുടെ കണ്ണുനീര് വീണിട്ട് നിങ്ങൾ സാധാരണക്കാര് സന്തോഷിക്കേണ്ട. ആതിരയുടെ സന്തോഷത്തെക്കാൾ എനിക്ക് വലുത് അനഘയുടേതാണ്. നിനക്ക് ആതിര എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് അനഘയും. പിന്നെ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം, അതൊക്കെ പവിത്രമായിട്ടുള്ള ബന്ധമായിട്ട് ഞാൻ കരുതുന്നില്ല. അവൻ ചിലപ്പോ നേരം പോക്കിന് നിന്റെ അനിയത്തിയോട് കളിത്തമാശകളൊക്കെ പറഞ്ഞു കാണും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരുടെ ജീവിതത്തിലായിപ്പോ ഇല്ലാത്തത്? വലിയ വീട്ടിലെ പയ്യൻ കൈയും കണ്ണും കാണിച്ചപ്പോൾ അതിൽ മയങ്ങേണ്ടത് അവൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തോണ്ടല്ലേ? ആതിര ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ എന്ന്. ഇനി ഇതിൽ കൂടുതൽ സംസാരമില്ല. നടക്കാൻ പോകുന്നത് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹമാണ്. അതിന് ഇനി നീ നിന്റെ അനിയത്തിയുടെ ശുപാർശയുമായിട്ട് വരണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് പോ. പിന്നെയും അർച്ചന ഇതൊക്കെ കേട്ട് വിഷമത്തോടെയും തകർന്നും നിൽക്കുകയായിരുന്നു. അവന്തിക അങ്ങോട്ടേക്ക് പോയ സമയം അർച്ചന എഴുത്തെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണും കൈയും കാണിക്കുമ്പോൾ മയങ്ങി പോകുന്നവളല്ല ആതിര. എന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ അനുസരണയോടെ തന്നെയാണ് വളർത്തിയത്. വീട്ടുകാരെ വിഷമിപ്പിക്കുന്നതൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഏട്ടത്തെ പോലെ ഒരു ചേച്ചി തന്നെയാണ് ഞാനും. ചേച്ചിയുടെ അനിയത്തിക്ക് വേണ്ടി ചേച്ചി വാശി പിടിക്കുന്നത് പോലെ എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനും കാണിക്കാലോ. എന്റെ അനിയത്തി എനിക്ക് വലുത് തന്നെയാണ്. സന്ദീപും ആതിരയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരുടെ വിവാഹം ഏതു വിധേനയും നടന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹിക്കുന്നവരെ തമ്മിലായെടുത്തി ഒന്നിപ്പിക്കേണ്ടത്. ആതിരയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സന്ദീപിനെ നിർബന്ധിച്ച് അനഘയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അനഘയുടെ ജീവിതം നശിക്കുകയുള്ളൂ. അത് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഞാൻ ഈ പറയുന്നത്. മുമ്പ് എന്നോട് ഏട്ടത്തി പറഞ്ഞത് ഞാൻ തിരിച്ചു പറയാണ്. അനഘയെ ഏട്ടത്തി പറഞ്ഞ് പിന്തിരിപ്പിക്കണം. ആതിരയും സന്ദീപും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത്. അത്രയും പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക അവിടെ നിന്നും പറയുന്നുണ്ട്, നീ സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം നടത്താൻ പോകുന്നത് നിന്റെ വിവാഹം വേർപെടുത്തിയിട്ടോ അതോ അതിനു മുന്നെയോ? അത് കേട്ട് അർച്ചന ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുന്നു. നീ ഞെട്ടണ്ട, നീയും സച്ചിയും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ? അവന്തിക ഒരു ഫയൽ എടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അർച്ചനയെ കാണിക്കുകയാണ് അവന്തിക. ദാ കണ്ണ് തുറന്നു നോക്ക് എന്ന് പറഞ്ഞിട്ട്. അർച്ചനയുടെയും സച്ചിയുടെയും ഡിവോഴ്സ് പേപ്പറാണത്. നിങ്ങളുടെ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷന്റെ ഫോട്ടോ കോപ്പി. അത് കണ്ട് അർച്ചന ആകെ തകർന്നു നിൽക്കുന്നുണ്ട്. അന്ന് ഈ ഡിവോഴ്സ് പേപ്പർ അന്വേഷിച്ച് ഒരുപാട് നടന്നിരുന്നു അർച്ചന. ആ കാര്യം ഇപ്പോൾ അർച്ചന ആലോചിക്കുന്നു. ഇതെങ്ങനെ എന്റെ കൈ കിട്ടി എന്നല്ലേ നീ ആലോചിക്കുന്നത്? അവന്തികയ്ക്ക് അതെങ്ങനെ കിട്ടി എന്നുള്ള കാര്യം അർച്ചനയോട് പറയുകയാണ് അവന്തിക. അവന്തിക അന്ന് അത് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയാണ് ഇതിപ്പോൾ ഫോട്ടോ കോപ്പിയായിട്ട് എടുത്തിരിക്കുന്നത്. വെറുതെ ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുത്തതാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് ഉപയോഗിക്കാമെന്ന് കരുതി എന്റെ പേഴ്സണൽ ഫയലിൽ സൂക്ഷിച്ചു വെച്ചു. അത് ഇത്ര പെട്ടെന്ന് ആവശ്യം വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്നിട്ട് അത്രയും പറഞ്ഞതിന് ശേഷം അവന്തിക വാതിലടച്ച് കുറ്റിയിടുന്നുണ്ട്. വെല്ലു വിളിക്കുമ്പോൾ അത് ആരോടാണെന്നുള്ള ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം. നീ ഇതുവരെ കണ്ട ആളല്ല യഥാർത്ഥ അവന്തിക. എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് ഓർത്തു വെച്ചോ. എന്തിനാ നിങ്ങളെ പിരിയുന്നതെന്ന് എനിക്കറിയില്ല, എനിക്കറിയാൻ വേണ്ട. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഈ പേപ്പർ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ അച്ഛനെയാണ്, സേതു മാധവനെ. അത് കേട്ട് കരഞ്ഞുകൊണ്ട് അരുതേടത്തി എന്ന് അർച്ചന പറയുന്നുണ്ടെങ്കിലും വീണ്ടും അവന്തിക പറയുന്നു, നിനക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നത് കാത്തിരിക്കുന്ന അങ്ങേരിത് കണ്ടാൽ എന്താവും സ്ഥിതി എന്ന് പറയേണ്ടതില്ലല്ലോ. തൽക്ഷണം അങ്ങേര് വീണ് മരിക്കും. ആ മരണത്തിന്റെ ഉത്തരവാദികൾ നീയും സച്ചിയും ആവുകയും ചെയ്യും. അതല്ല ഇനി ഇത് നിന്റെ വീട്ടിലാണ് കാണിക്കുന്നതെങ്കിൽ വൃന്ദാവനംകാരും നെല്ലിശ്ശേരിക്കാരും ശത്രുതയിലാകും. ഇല്ലെങ്കിൽ ഈ അവന്തികയാക്കും. ഇനി ആലോചിക്കും, നിന്റെ അനിയത്തിയുടെ സ്വപ്നം സഫലമാകണോ അതോ രണ്ടു വീട്ടുകാരുടെയും തകർച്ച വേണോ എന്ന്. ഇത്രയും കേട്ട അർച്ചന ഒന്നും ചെയ്യാനാകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും അവന്തിക പറയുന്നു, നീ വെറുതെ നടക്കാത്ത കാര്യത്തിന് എന്നെ വെല്ലുവിളിച്ച് മെനക്കെട്ട് നടക്കാതെ ആ സമയത്ത് നീ നിന്റെ അനിയത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അതല്ല ആ മോഹത്തിന് പിന്നാലെ ഇനിയും നീ ചൂട്ട് പിടിച്ചിറങ്ങുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ വീട്ടിലൊരു മരണം നടക്കും. അത് കേട്ടതും വീണ്ടും അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കുന്നു. നെല്ലിശ്ശേരിയിലെ ഗൃഹനാഥൻ സേതു മാധവന്റെ. അത് മോളെ മോളെ എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടന്ന ഏട്ടത്തിയുടെ വാക്കുകളല്ല. നെല്ലിശ്ശേരി കുടുംബത്തിലെ മൂത്ത മരുമകൾ അവന്തികയുടെ മാറാത്ത വാക്കാണ്. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഈ ചീപ്പ് കളിക്ക് ഞാൻ നിൽക്കുകയില്ല.
എന്നോളം പോന്ന ശത്രുക്കളോട് മാത്രമേ ഞാൻ യുദ്ധത്തിന് തയ്യാറാകൂ. തരത്തിനൊത്ത് നേരിടുക എന്ന് പറയും. മുന്നിൽ നിൽക്കുന്ന ശത്രു തന്നേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ആയുധത്തിന്റെ വലിപ്പം കൂട്ടേണ്ടതുള്ളൂ. അർച്ചന അവന്തികയോടൊപ്പം ഒക്കില്ല. അതിനിപ്പോ എത്ര ശ്രമിച്ചാലും. എന്റെ അനക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കും. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സന്ദീപ്. അപ്പോ അവനെ അവൾക്ക് കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ അനിയത്തിയുടെ വില കുറഞ്ഞ പ്രേമത്തിന്റെ പേരിൽ ആ ഉത്തരവാദിത്തം ഞാൻ മറക്കാൻ പാടില്ലല്ലോ. നീയും സച്ചിയും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചത് നിന്റെ ഇഷ്ടത്തോടെ അല്ല എന്ന് എനിക്കറിയാം. ഈ ഡിവോഴ്സ് വേണ്ട എന്ന് വെക്കാൻ എനിക്ക് കഴിയും. നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും, നിന്റെ മരണം വരെ സച്ചിയുടെ ഭാര്യയായിട്ട് തന്നെ. ഞാൻ വിചാരിച്ചാൽ അത് നടക്കും. നീ ഇവിടെ ദീർഘ സുമംഗലിയായിട്ട് കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹവും അത് തന്നെയല്ലേ? ഇനി നീ ആലോചിക്കേ, അനിയത്തിയുടെ അറിവില്ല പ്രായത്തിലെ പ്രേമം വേണോ അതോ നീ ദീർഘ സുമംഗലിയായിട്ട് ഇരിക്കണോ എന്ന്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡോറ് തുറക്കുകയാണ് അവന്തിക. അവന്തികയുടെ പൊയ്മുഖം അർച്ചനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. ഒന്നും മിണ്ടാനാകാതെ ആകെ തകർന്ന നിലയിൽ അർച്ചന പുറത്തേക്ക് പോകുന്നു. അർച്ചന പുറത്തേക്ക് ഇറങ്ങിയ സമയം തന്നെ വാതിലടച്ച് അവന്തിക അകത്തേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.